ഇപ്പോൾ ലോക് നായിക് ആശുപത്രിക്ക് മുന്നിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയുണ്ട്. ബൽറാം വീണ്ടും ചേരുകയാണ്. ബൽറാം, ഡൽഹി പോലീസിൻ്റെ കസ്റ്റഡിയിൽ ചിലരൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള സൂചനകൾ വരുന്നു. ഈ സ്ഫോടനം നടത്തിയതിൻ്റെ ഉത്തരവാദികളായ ആൾക്കാരെയാണോ ഡൽഹി പോലീസ് പിടിച്ചിരിക്കുന്നത്? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇന്നലെ നടന്ന ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട അതിൽ ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന 4 പേർ നിലവിൽ ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഡൽഹി പോലീസിന്റെ പല സംഘങ്ങൾ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ തന്നെയാണ്. ഈ കാർ, സ്ഫോടനത്തിന് ഉപയോഗിച്ച കാർ, അത് കൃത്യമായി തന്നെ ട്രാക്ക് ചെയ്തത് ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലാണ്. ഈ പാർക്കിംഗ് ഏരിയയിൽ കാർ ഉണ്ടായിരുന്നു, അവിടെ നിന്നാണ് മുന്നോട്ട് നീങ്ങിയത് എന്ന വിവരം ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം അതിന് പിന്നീട് ഈ കാർ എവിടെ നിന്നാണ് യാത്ര തിരിച്ചത്, അവിടേക്ക് തിരികെ യാത്ര ആരംഭിച്ചിരിക്കുന്നു ഡൽഹി പോലീസ്. ഇന്നലെ രാത്രി മുതൽ തന്നെ അതിന് ആവശ്യമായ രേഖകൾ ഡൽഹിയിലെ ഈ റോഡ്, ഈ കാർ സഞ്ചരിച്ച വഴിയിലെ മുഴുവൻ CCTV ക്യാമറകളുടെ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ലഭ്യമായ മുഴുവൻ ദൃശ്യങ്ങളും ശേഖരിച്ച് ഈ കാറിൽ ആരെല്ലാം ഉണ്ടായിരുന്നു, അതിൽ എത്ര പേർ ഉണ്ടായിരുന്നു തുടങ്ങിയ വിവരങ്ങൾ ശേഖരിച്ച് കഴിഞ്ഞിട്ടുണ്ട് പോലീസിന്. അതിനിടെ RC അടക്കം പരിശോധിച്ച് ചില ഇതിന്റെ മുൻഉടമകൾ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തിരുന്നു, കസ്റ്റഡിയിലെടുത്തിരുന്നു. ആ നടപടികൾ നടക്കുന്നതിനിടെ സമാന്തരമായി ഈ കാറിൽ സ്ഫോടന സമയത്ത് എന്താണ് ഉണ്ടായിരുന്നത്, എവിടെ നിന്നാണ് അതിലേക്ക് കയറ്റിയത്, ആരൊക്കെ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ, അത് തെളിവുകൾ സഹിതമുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണമാണ് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആ ഒരു ഘട്ടത്തിൽ ഇവരുമായി സമ്പർക്കമുണ്ടായിരുന്ന 4 പേരാണ് നിലവിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ സ്ഫോടനം നടക്കുന്ന സമയത്ത് ഈ കാറിൽ എത്ര പേർ ഉണ്ടായിരുന്നു എന്നുള്ളതും നിർണായകമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ പുറത്തുവന്ന വിവരങ്ങൾ 3 പേർ ഈ സ്ഫോടന സമയത്ത് വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ചില CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ ഒരാൾ, ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇയാൾ മാസ്ക് ധരിച്ച നിലയിലായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നും ഈ റെഡ് ഫോർട്ടിന് സമീപമുള്ള പാർക്കിംഗ് ഏരിയയിലേക്ക് സമീപം ഇയാൾ സ്ലിപ്പ് അവിടുത്തെ ഉദ്യോഗസ്ഥന്, ജീവനക്കാരന് നൽകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ, CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള നിഗമനം, കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ വെച്ച് അറസ്റ്റിലായ ഡോക്ടർമാർ ഉൾപ്പെട്ട ഭീകരവാദ ശൃംഖല, ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദ ശൃംഖലയുമായി ഈ കഴിഞ്ഞ ദിവസത്തെ സ്ഫോടനത്തിന്, ചെങ്കോട്ട സ്ഫോടനത്തിന് പങ്കുണ്ട് എന്നത് തന്നെയാണ് ലഭ്യമാകുന്നത്. നിലവിൽ പോലീസ് എത്തിയിരിക്കുന്ന ഒരു നിഗമനം, വളരെ പെട്ടെന്ന് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ എന്ന നിഗമനത്തിലാണ് പ്രാഥമികമായ പരിശോധനകൾക്ക് ശേഷം വിവിധ ഏജൻസികൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനിയായി ഈ ഒരു ഘട്ടത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത് ഉമർ എന്ന അയാളുടെ പങ്ക് തന്നെയാണ്. ഇയാൾ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ 2 ഡോക്ടർമാരുമായും അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളായി നടന്ന അന്വേഷണത്തിനിടെ, ഒരാഴ്ചയ്ക്കിടെ നടത്തിയ അന്വേഷണമാണ് ജമ്മു കശ്മീർ പോലീസും ഹരിയാന പോലീസും സംയുക്തമായി നടത്തിയ നീക്കങ്ങൾക്കൊടുവിലാണ് 7 പേർ, 4 ഡോക്ടർമാർ ഉൾപ്പെടെ 7 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരിൽ നിന്നും 3000 കിലോയോളം സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയിരിക്കുന്നു. ഇവരുടെ കൂടുതൽ കൂട്ടാളികളിലേക്കും സ്ഫോടക വസ്തു സൂക്ഷിച്ച ഇടങ്ങളിലേക്കും അന്വേഷണം വ്യാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ രാവിലെ 300 കിലോ സ്ഫോടക വസ്തു എന്ന റിപ്പോർട്ടുകൾ ആദ്യം വന്നെങ്കിൽ പിന്നീട് അവിടെ നിന്നും അത് കൂടുതൽ വലിയ അളവിലേക്ക് മാറുകയായിരുന്നു. 3000 കിലോയോളം സ്ഫോടക വസ്തുക്കളാണ് ഇന്നലെ വൈകിട്ടോടെ പിടികൂടിയത്. ആ വാർത്തകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഡൽഹിയിലെ തന്ത്രപ്രധാനമായ, ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും ആൾത്തിരക്കുണ്ടാകും, ജനസാന്ദ്രത ഡൽഹി ലോക് നായിക് ആശുപത്രി മുന്നിൽ നിന്ന് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.